ഡോക്ടർ ബി.ജി. വിഷ്ണു ബി.ജെ.പി. പ്രതിനിധിയിലേക്ക് ഒന്ന് പോകട്ടെ. നോക്കൂ, RSS വി.ഡി. സതീശൻ ഉന്നയിച്ച ആരോപണം RSS ADGP ചർച്ച, ആ ചർച്ച എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് വേണ്ടി, മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ADGP RSS മേധാവിയെ പോയി കാണുക, RSS ജനറൽ സെക്രട്ടറിയെ പോയി കാണുന്നു, ദത്താത്രേയ ഹൊസബളയെ പോയി കാണുകയാണ്. ആ കൂടിക്കാഴ്ച 1 മണിക്കൂർ നീണ്ടു. ഔദ്യോഗിക വാഹനം ഹോട്ടലിൽ നിർത്തിയിട്ട് സ്വന്തം വാഹനത്തിൽ പോയിട്ടായിരുന്നു ആ കൂടിക്കാഴ്ച എന്ന് പറയുന്നു. അപ്പോൾ ADGPയെ മാറ്റണം എന്നൊരു ആവശ്യം BJP-യിൽ നിന്ന് ശക്തമായി ഉയരുന്നുമില്ല. BJP എപ്പോഴും പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ്. ഈ വിവാദത്തിന് ശേഷം ADGPയെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണോ BJP? ഇക്കാര്യത്തിൽ ഈ RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച, ADGP കൂടിക്കാഴ്ചയെക്കുറിച്ച് എന്താണ് BJPക്ക് പറയാനുള്ളത്? സ്മൃതി, ഒരു ഭരണകക്ഷി MLA തന്നെ കേരള പോലീസിൽ സ്വർണ്ണക്കടത്തിനും സ്വർണം പൊട്ടിക്കലിനും അടക്കം കൊട്ടേഷൻ അടക്കം നേതൃത്വം നൽകുന്ന ഒരു ADGP ആണ് അജിത് കുമാർ എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ അനധികൃതമായി വസ്തുക്കൾ വാങ്ങുകയും കൊട്ടാര സദൃശ്യമായ വീട് പണിയുകയും ചെയ്യുന്ന അജിത് കുമാർ വലിയ അഴിമതി തന്നെയാണ് ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഏത് അർത്ഥത്തിലാണ് നിങ്ങൾ ADGPയെ മാറ്റണ്ട എന്ന് BJP പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ നേതാക്കന്മാരും പ്രസ്താവനകളിലും മുഴുവൻ സ്ഥലത്തും ADGP അജിത് കുമാറിനെ മാറ്റണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ ഈ പറഞ്ഞതെല്ലാം VD സതീശൻ പറഞ്ഞാലോ ഹൊസബളയെ പോയി കണ്ട കാര്യം. പിന്നെ ഈ രാജ്യത്തെ BJP നേതാക്കന്മാരായ പ്രകാശ് ജാവ്ദേക്കറെയും RSS നേതാക്കന്മാരെയും ഈ രാജ്യത്ത് ആർക്ക് വേണമോ പോയി കാണാം. അവരുടെയൊക്കെ ജീവിതങ്ങൾ തുറന്ന പുസ്തകം പോലെയാണ്. ഞങ്ങൾക്ക് യാതൊരു രഹസ്യവുമില്ല. ഇപ്പൊ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്ന് പറഞ്ഞ പേരിലാണല്ലോ EP ജയരാജൻ നടപടിയെടുത്തത്. ഞങ്ങൾ ആർക്കും മുന്നിലും മാറി നിൽക്കുന്നവരല്ല, ഞങ്ങൾ ആർക്കും അയിത്തം കൽപ്പിക്കുന്നവരുമല്ല. ആർക്ക് വേണമെങ്കിലും അവരെ കാണാം. പക്ഷേ അത്തരത്തിലുള്ള യാതൊരുവിധ സ്ഥിരീകരണവും നിങ്ങളുടെ വിശാല മനസ്സ് സമ്മതിക്കുന്നു ബി.ജി. വിഷ്ണു. ഞാൻ ചോദിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ADGP അങ്ങോട്ട് പോവുകയായിരുന്നു എന്നുള്ളതാണല്ലോ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. അതിനുള്ള മറുപടി അല്ല, ADGP അങ്ങോട്ട് പോയി എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇതുള്ളത്? കാരണം ഈ VD സതീശന്റെ തന്നെ പുനർജനി കേസ് അട്ടിമറിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് ADGP അജിത് കുമാർ. സോളാർ കേസിലടക്കം കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണ്ടി വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. CPM നേതാക്കന്മാരെയും കോൺഗ്രസ് നേതാക്കന്മാരെയും ഒക്കെ അഴിമതി നേതാവാണ് പോലീസുകാരാണ് MR അജിത് കുമാർ. വിഷ്ണു, പൂരം കലക്കിയത് സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് എന്ന ആരോപണം അവിടെ നിൽക്കുകയാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ സ്മൃതി, കേരളത്തിലെ ആഭ്യന്തരമന്ത്രി K. സുരേന്ദ്രൻ അല്ലല്ലോ, പിണറായി വിജയനല്ലേ? സുനിൽകുമാർ പത്രമാധ്യമങ്ങളെ വിളിച്ചല്ല. CPIയും സുനിൽകുമാറും അടക്കം മന്ത്രിസഭാ യോഗം നടക്കുമ്പോൾ, അല്ലെങ്കിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ BJPയുമായി RSSുമായി CPMന് അല്ലെങ്കിൽ പിണറായി വിജയനുള്ള പാലമായി വർത്തിക്കുന്നു ADGP എന്നതാണ് ആരോപണം. വിഷ്ണു, അല്ലെ, VD സതീശനും പിണറായി വിജയനുമാണല്ലോ കേരളം കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുകയും രാഷ്ട്രീയ സഖ്യമൊക്കെ പങ്കിടുകയും ചെയ്യുന്നത്. ഞങ്ങൾക്ക് കേരളത്തിൽ പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാനും ഇവിടെ ഒരു പിണറായി വിജയന്റെയും വേണ്ട ഒത്താശ ഞങ്ങൾക്ക് വേണ്ട. CPMനെയും കോൺഗ്രസിനെയും തറപറ്റിച്ചുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ ഞങ്ങൾ വിജയിച്ചത്. അതിൽ കോൺഗ്രസിനും CPMനും അടക്കം വലിയ നഷ്ടം രാഷ്ട്രീയമായി അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടം നികത്താൻ വേണ്ടി ഇപ്പോൾ VD സതീശൻ പറയുന്ന കല്ലുവച്ച നുണകൾ മാത്രമാണ് ഈ കാര്യങ്ങളെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 2023 മെയ് 20-22 ദിവസങ്ങളിൽ തൃശ്ശൂരിൽ നടന്ന പരിപാടിയിലാണല്ലോ RSS നേതാവിനെ, RSS ജനറൽ സെക്രട്ടറിയെ പോയി ADGP കണ്ടിരിക്കുന്നത്. ADGP സോളാർ വിഷയത്തിൽ എടുത്ത നിലപാട്, അത് അട്ടിമറിക്കാൻ നടത്തിയ നിലപാട് ഒക്കെ നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിലാണല്ലോ. അപ്പോൾ ഈ കൂടിക്കാഴ്ച നടന്നു എന്നുള്ള കാര്യം നിങ്ങൾ സമ്മതിക്കുകയാണോ? ആർക്കും വന്ന് കാണാമെന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ആരോപണ വിധേയനായ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പോലീസ് ഓഫീസർ നിങ്ങളുടെ നേതാവിനെ പോയി കാണുന്നു എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത്? പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഞങ്ങളുടെ നേതാക്കന്മാരെ കാണാൻ RSS നേതാക്കന്മാരെയോ BJP നേതാക്കന്മാരെയോ ആർക്ക് വേണമെങ്കിലും ഈ രാജ്യത്ത് കാണാൻ ഞങ്ങൾക്കതിൽ യാതൊരു തടസ്സവുമില്ല. ഞങ്ങൾ ആരോടും അയിത്തം കൽപ്പിക്കുന്നവരല്ല. പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം മാറ്റിവെച്ച് സ്വകാര്യ വാഹനത്തിൽ സ്വകാര്യമായി പോയി കാണുന്നതിൽ തെറ്റില്ല അല്ലേ?
അല്ല, അതൊക്കെ കോൺഗ്രസ് നേതാക്കളോടല്ലേ ചോദിക്കേണ്ടത്? അവരെല്ലാണല്ലോ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്കൊറ്റ നിലപാടേ ഉള്ളൂ. ADGP അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ വലിയ അഴിമതി നടത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും P ശശിയുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് കോൺഗ്രസിന്റെ ഭരണകാലത്ത് കോൺഗ്രസിന് വേണ്ടിയും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്തയാളായി നിന്നുകൊണ്ട് ഈ അഴിമതി കേസുകളിലും തട്ടിപ്പുകളിലെല്ലാം അയാൾക്ക് വലിയ പങ്ക് തന്നെയുണ്ട്. അതുകൊണ്ട് അയാളെ മാറ്റി നിർത്തിയാണ് അന്വേഷണം നടത്തേണ്ടത്. അല്ലാതെ അയാളെ തൽസ്ഥാനത്ത് തുടർത്തിക്കൊണ്ട് അന്വേഷണം നടത്തുന്നത് പൂരം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം നിങ്ങൾക്കില്ല. ബാക്കി 2 ആരോപണം ശരിവെക്കുന്നു. അങ്ങനെയാണ്. അല്ല, പൂരം അട്ടിമറിച്ചു എന്ന ആരോപണം ഉണ്ടെങ്കിൽ CPIക്ക് അതുണ്ടെങ്കിൽ CPI അത് മുഖ്യമന്ത്രിയോട് പറയണം. BJPക്ക് അക്കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളതാണ് വിഷ്ണു ഞാൻ ചോദിക്കുന്നത്. വിഷ്ണു, മറ്റ് രണ്ട് ആരോപണങ്ങളും ബാക്കിയുള്ളവർ പറയുന്നത് പോലെ തന്നെ BJPയും അത് ഏറ്റുപിടിക്കുന്നു. BJPക്കും ആ ആരോപണമുണ്ട് ADGPക്കെതിരെ. ഞാൻ ചോദിക്കുന്നത്, പൂരവുമായി ബന്ധപ്പെട്ട് അവിടെ BJPയെ സഹായിച്ചു, സുരേഷ് ഗോപിയെ സഹായിച്ചു എന്ന ആരോപണങ്ങൾ അവിടെ നിൽക്കുകയാണല്ലോ. അതിനോട് BJP എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് തെറ്റാണോ? ഭാരതീയ ജനതാ പാർട്ടി തൃശ്ശൂരിൽ വലിയ വിജയം നേടിയ നാൾ മുതൽ കേരളത്തിലെ കോൺഗ്രസും CPMും CPIയും ഒക്കെ വലിയ അസ്വസ്ഥരാണ്. അവർക്ക് തോറ്റതുകൊണ്ട് തലയിൽ ചെമ്പരത്തി പൂ വെച്ച അവസ്ഥയിലാണ് മുരളീധരനും സുനിൽകുമാറും ഒക്കെ. അതുകൊണ്ടാണ് അവർ BJPക്ക് വേണ്ടി അട്ടിമറിച്ചു എന്നുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. നിലപാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അല്ലല്ല, ഞങ്ങൾ യോജിപ്പില്ലല്ലോ. ഞങ്ങൾ അതീവ ശക്തമായി എതിർത്തവരാണല്ലോ. പൂരവുമായി ബന്ധപ്പെട്ട് കലക്കാൻ ശ്രമിച്ചവർക്ക് ഒരു മലയാളി ഉദ്യോഗസ്ഥൻ തന്നെയാണ് പൂരം എങ്ങനെയാണ് നടത്തുന്നത്, പൂരത്തിന് എങ്ങനെയാണ് അതിന്റെ ചടങ്ങുകൾ, അതിന്റെ രീതികളെല്ലാം അറിയുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് അവിടെ SP അവിടെ വന്ന് എല്ലാം തടഞ്ഞത്? രാവിലെ മുതൽ ADGP തൃശ്ശൂരിലുണ്ടായിരുന്നു, പക്ഷേ പുറത്തേക്കിറങ്ങിയില്ല. രാവിലെ മുതൽ മാധ്യമങ്ങളിൽ ഈ പ്രശ്നങ്ങളുടെ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. ഒരു തരത്തിലും അനങ്ങിയില്ല, ഒരു നിർദ്ദേശവും കൊടുത്തില്ല. അതെന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയവുമില്ലേ? സ്മൃതി, കേരളത്തിലെ പോലീസ് സംവിധാനം ഭാരതീയ ജനതാ പാർട്ടിയുടെ കീഴിലല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും CPMന്റെയും കീഴിലാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രിയോടാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ എങ്ങനെയാണ് ഉത്തരം പറയേണ്ടത്? നിങ്ങൾക്ക് പരാതിയുണ്ടോ എന്നതാണ് ചോദ്യം. നിങ്ങൾക്ക് അതിൽ പരാതിയുണ്ടോ എന്നതായിരുന്നു വിഷ്ണു ഞാൻ ചോദിച്ചത്. ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് പരാതിയുണ്ട്, പക്ഷേ തൃശ്ശൂർ കാര്യത്തിൽ പരാതി നിങ്ങൾ പറയുന്നില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ശക്തമായ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. Debate with Smriti Parthikad.